മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ ലെറ്റ്സ് പ്ലേ സർവേ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ പുറകെ കാണുന്ന വീട് എല്ലാവരും കണ്ടെന്ന് കരുതുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കേസ് ഇന്നിപ്പോൾ നമ്മൾ ഫാമിൻ്റെ പണിയാണ് ചെയ്യാൻ പോകുന്നത്. കേസ് നമ്മളിപ്പം ഇന്ന് ഫാമിൻ്റെ പണിയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അത് നമ്മളിവിടെ താഴെ ആയിരിക്കും. നേരത്തെ ഇതിവിടെ ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ടായി. ഒരു ക്രീപ്പർ അല്ലേ അത്? എൻ്റെ കയ്യിൽ ആരോ ഉണ്ടോ? ഇല്ല, ഇറങ്ങിപ്പോയി. കൊല്ലേണ്ട ഓരോരോ മതിഞ്ഞൊന്നും കൊല്ലട്ടെ. ഇതിലേക്ക് കയറി വരുമോ? ഓക്കെ, അതിനെ പൊട്ടിച്ചിട്ടുണ്ട്. അതൊരു നമ്മുടെ മൈനിങ് ഏരിയ അല്ലേ, എന്തായാലും നമുക്കിവിടെ ഫുള്ള് മാറ്റാനുണ്ടാവും. സെറ്റാകണം. ഇപ്പം നമ്മൾ ഈ ക്ലിയർ ആയിട്ടിരിക്കുന്ന ഈ ഏരിയയിലാണ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. എവിടെയാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? കയ്യിൽ പോകും തോന്നുന്നു. നമുക്ക് ഒത്തിരി ഇങ്ങോട്ട് കയറ്റി പണിയാൻ താല്പര്യമില്ല. എന്തായാലും ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ ഇതിനകത്ത് ഫിറ്റ് ആവുന്നൊന്ന് നോക്കട്ടെ. അപ്പം നമുക്കിത് എന്തായാലും അവിടെ എന്താ കണ്ടുവരാ. എന്തായാലും ഇവിടുന്ന് കുറച്ചിങ്ങോട്ട് ഇറക്കി പണിയേണ്ടി വരും വെള്ളത്തിലോട്ട്. സോംബിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. താഴെ എന്താ കേവ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കുറച്ചിങ്ങോട്ട് ഇറക്കി പണിയേണ്ടി വരും. പിന്നെ എന്തായാലും കുറച്ച് വുഡ് എടുത്താന്ന് മാർക്ക് ചെയ്ത് നോക്കട്ടെ. നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെറുതാക്കിയിട്ടുണ്ട്. ഇതോടെ ഇത്ര ഇടയും കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെക്കായിരുന്നു. അപ്പം അതൊന്നിട്ട് കരയിലോട്ട് കയറിയേനെ. പക്ഷേ ഇത് കുഴപ്പമില്ല, കിട്ടിയിരുന്നു. 2 ബ്ലോക്ക് മാറിക്കഴിഞ്ഞാൽ അതിനകത്ത് വരും. ഇതിൽ മാറ്റി വെക്കില്ല. എന്തായാലും ഇതിൻ്റെ ഫ്രെയിം ഒന്നൊക്കെയാണ് എനിക്ക് കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫ്രെയിം വരുന്നത്. പിന്നെ ഇവിടെ നിന്നൊരു 2 ബ്ലോക്കും കൂടെ മുണ്ടക്കൊട്ട് വരുന്നത് ഞാൻ ചെയ്തില്ല. നമുക്ക് ബാക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിതിൻ്റെ വാള് കെട്ടാൻ പോകുന്നതെന്ന് കാണിച്ചത്. ഇവിടെ ഒരു ഡിസ്ക്രേറ്റിൻ്റെ ഒരു വാള് വെച്ചിട്ട് വാളിങ്ങനെ വന്നിട്ട് ആദ്യത്തെ ലെയർ അതും, രണ്ടാമത്തെ ലെയറിൽ ഇത് ഫെൻസും, പിന്നെ 3ാമത്തെ ലെയർ അടുത്ത വാളും. ഇങ്ങനെയാണ് ഗേസിൻ്റെ വാള് വരുന്നത്. അപ്പം എന്തായാലും മൊത്തം സൈഡൊന്നും ചെയ്തിട്ട് വരാം. അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, കേസ് ഇവിടെ ഫ്രണ്ടിൽ ചെയ്ത പോലെ അല്ലായിരിക്കും നമ്മൾ സൈഡിൽ ചെയ്യുന്നത്. ഇവിടെ വേറെ പാറ്റേണിൽ ചെയ്യാനാണ് കേസ് കാണിച്ചേക്കാം. അത് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡീപ് ഷോറ്റിൻ്റെ വാളും പിന്നെ ഒരു ഫെൻസ് ഡീപ്പ്. അതൊരു നല്ല പാറ്റേണാണ്. എനിക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ വരും. ഇത് കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെ വരും. ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഈ സൈഡിലത്തെ വാൾ വരുന്നത്. പക്ഷെ ഫ്രണ്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇവിടെ ഫ്രണ്ടിൽ തന്നെ വലുതായിട്ട് കാണാൻ പോകുന്നില്ല. കാരണം ഇവിടെ വേറെ ഒരു
ഡെക്കറേഷനൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൈഡ് മാത്രം ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ശരിയാക്കണം. എന്തായാലും ഇത് പെട്ടെന്ന് ചെയ്തേക്കാം. അപ്പം ഇതാണ് നമ്മുടെ ബിൽഡ്. നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ലാൻഡേണാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ ലാൻഡേൺ ആയിട്ടില്ല. നമ്മളിപ്പോൾ സ്പേസ് വിടുവാണ്. ഇവിടെ ഒരു ട്രാപ്പ് സെയിം സാധനം റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ എഴുതുകയാണ്. ഇതിൻ്റെ മുമ്പൊക്കെ ഒരു പോയിട്ട് ഒരു പൂ ഇവിടെ, ഒരു പൂ ഇവിടെ. എന്നിട്ട് നമ്മൾ ലെവൽസ് എടുത്തിട്ട് മൂന്നെണ്ണം അവിടെ, മൂന്നെണ്ണം അവിടെ. എന്നിട്ട് ട്രാക്ടറോട് വെച്ച് മറച്ച് വെക്കുക. എന്നിട്ട് ഇവിടെ പൂവെടുത്തിട്ട് ഒന്ന്, രണ്ട്, മൂന്ന് റോഡ് വെക്കുക. മറ്റേ പൂവെടുത്ത് ഇപ്പറ വെക്കുക. അത് ഓക്കെ. ഒരു കാർഡ്ബോർഡ് കൂടെ സെയിം തന്നെയുള്ള ഇവിടെ ഒരു സ്ലാബ്, ഇവിടെ രണ്ട് ട്രാക്ടർ, എന്നിട്ട് ഇവിടെ ഒരു സ്ലാബ്. എത്തത്തില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഹാൻഡിൽ പോലെ വന്ന് അതങ്ങനെ നിൽക്കുന്നതായിട്ട് വെക്കാം. അപ്പോൾ അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നത്തില്ല. അതാണ് സ്പോർട്സിൻ്റെ ഗേറ്റ് എടുത്തിട്ട് ഇതാക്കണം. സ്പോർട്സിൻ്റെ ഗേറ്റ് ചേർന്ന് രണ്ട് മൂന്നും ഉണ്ടാക്കട്ടെ. ഗസ് അതുമായിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് വശം ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി അകത്തോട്ട് പോവാം. അകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലോർ മാറ്റണം. ഇവിടെ കോബിൾസ്റ്റോണാണ്. അത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു സെറ്റപ്പ് ചെയ്യാം. കാർപ്പറ്റേറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു ബാരൽ അവിടെ, പിന്നെ ഇവിടെ ഇത് വെച്ചിട്ട് ഓക്കെ മതി. നമ്മുടെ കയ്യിൽ പോട്ട് തീർന്നു, അല്ലെങ്കിൽ ഒരെണ്ണം അവിടെ വെക്കായിരുന്നു. നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ലാൻഡ്ലൈൻ വെക്കാം. ലാൻഡ്ലൈൻ കിട്ടുമ്പോൾ നമുക്കത് അവിടെയും കൂടെ ഞാൻ എന്തായാലും നമ്മുടെ മോസ് ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ കോസ്റ്റ് ഡേറ്റയിൽ അത് ഇവിടെ സ്പ്രെഡ് ആവുമോ ഒന്ന് നോക്കട്ടെ.
ആ ഓക്കെ ഓക്കെ. അപ്പോൾ അത് സീനില്ല. പക്ഷെ നമ്മുടെ ബോംബെയിൽ തീർന്നു. നമുക്ക് ഈ രണ്ടെണ്ണം എടുത്തിട്ട് വഴിയും കൂടെ സെറ്റാക്കാം. സ്റ്റോൺ ഇവിടെ വെച്ചേക്കാം. അത് 2 സ്റ്റോൺ, ഒരു സ്റ്റോൺ, ഇവിടെ ഒരെണ്ണം, കോബിൾ സ്റ്റോൺ. ബാക്കി കുറച്ച് ഇതായിട്ട് കിടന്നോട്ടെ, കാരണം ഇതല്ലേ ഫാം ഏരിയ അല്ലേ, അപ്പോൾ കുറച്ച് ഇങ്ങനെ ചെളിയൊക്കെ കാണും. ഓക്കെ, നമുക്ക് കുറച്ച് ബോൺ മീൽ ഉണ്ടാക്കാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. എന്താ നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും 3 ചെയ്തേക്കാം. ഇതായിട്ടുണ്ട്. ഇവിടെ ചെയ്യണോ ഇപ്പറ ചെയ്യല്ലേ? അയ്യോ, അത് മറ്റേ ഫ്രീ ആയിരുന്നു. വെറുതെ നമ്മുടെ ഒരു ഇതോടെ കൊണ്ട് കളഞ്ഞു. എന്തായാലും ഞാൻ കുറച്ച് ഇതും കൂടെ വെച്ച് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം അങ്ങോട്ടൊന്ന് വെച്ചാക്കാം. ഞാൻ മണ്ടേന്ന് അതങ്ങ് എടുത്ത് കളഞ്ഞു ഗൈസ്, അത് മടുപ്പാ. ഇനി നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ആടിനെയും ഇതിനെയും കൂടെ ഇങ്ങോട്ട് പിടിച്ചിട്ടേക്കാം. എന്തായാലും നമുക്ക് ആടിനെ ഒന്നും കിട്ടിയൊന്നുമില്ല. നമുക്കിതിൽ പോയി 2 കൗവിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അത് അപ്പം അത്യാവശ്യം, കാരണം എൻചാൻറ്റിങ് ഏരിയ ഒക്കെ സെറ്റാക്കണമെങ്കിൽ കൗവാണ് മെയിൻ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് അങ്ങോട്ട് പോകാം. എത്ര ഉണ്ട്? 4 തോന്നുന്നു. അയ്യോ ആരും വരുന്നില്ലേ? ഉണ്ടോ? നമ്മളങ്ങനെ അതിനെ അവിടെ പിടിച്ചിടുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും നമുക്ക് ഇത് മാറ്റണം. ഇവിടെ ഇത് മാറ്റി ഇവിടെ തടിയാക്കണം. പിന്നെ എൻ്റെ ഇതുണ്ടല്ലേ ഈ ഒരു ബോർഡർ, ഇവിടെയും തടിയാക്കണം. അയ്യോ, നമ്മൾ ആടിന് ഇവിടെ ഇടായിരുന്നു. അതിന് കുഴപ്പമില്ല, അതാ പിന്നെ മാറ്റാം. അപ്പം ഇതാണ് നമ്മുടെ ആനിമൽ ഫാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിലിങ്ങൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.